ഹായ്, ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയ ഇഫ്താർ വ്ളോഗാണ്. നമുക്ക് ഒന്ന് രണ്ട് ഫ്രണ്ട്സും അങ്ങനെ കുറച്ച് പേരൊക്കെ ഉള്ള വളരെ ചെറിയൊരു ഇഫ്താറായിരുന്നു ഇന്നലത്തെ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ സ്നാക്സിനുള്ള ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡീറ്റെയിൽ വീഡിയോ ഒന്നും കാണിക്കുന്നില്ല, ചെറിയൊരു പാർട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് സമൂസ, അതുപോലെ കട്ട്ലറ്റ്, അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഉള്ള ഫില്ലിങ് റെഡിയാക്കുമായിരുന്നു. നേരത്തെ തന്നെ സ്നാക്സൊക്കെ റെഡിയാക്കി വെച്ചു രാവിലെ തന്നെ, അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാത്തിനും കൂടി സമയം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. ഫ്രൈ ചെയ്യൽ മാത്രം വൈകുന്നേരം ചെയ്താൽ മതിയല്ലോ, നേരത്തെ റെഡിയാക്കി വെച്ചാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സമൂസയാണ് ഇപ്പോൾ റെഡിയാക്കുന്നത്. സമൂസ എല്ലാം റെഡിയാക്കി വെച്ചു. ആ സമയത്തെടുത്ത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു കണ്ടെയ്നറിൽ അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ചെയ്തത്. പിന്നെ നമ്മുടെ മെയിനായിട്ട് ഉണ്ടാക്കുന്ന ഫുഡ് ബിരിയാണി, അതുപോലെ മന്തിയൊക്കെയാണ്. അപ്പോൾ ബിരിയാണിക്കുള്ള ഓണിയൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതുപോലെ ബിരിയാണിയുടെ റൈസിലേക്കുള്ള ക്യാരറ്റും അതുപോലെ മല്ലിച്ചപ്പും നെയ്യിലൊന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ റൈസിലേക്ക് അങ്ങനെയാണ് ഇട്ട് കൊടുക്കാറുള്ളത്, ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാറില്ല. അപ്പോൾ ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ. നെയ്യിൽ ജസ്റ്റ് ഒന്നങ്ങ് വാട്ടിയെടുത്താൽ മതി. ബിരിയാണിക്കുള്ള മസാലയാണ്, നമ്മുടെ ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി വെച്ചിട്ടുള്ളത്. മസാല റെഡി ആയപ്പോൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഒരു ഹാഫ് കുക്ക് ഒക്കെ ചെയ്തിട്ടുള്ളൂ കേട്ടോ ചിക്കൻ, കാരണം ദമ്മിൽ കിടന്നിട്ട് തന്നെ ചിക്കൻ ഒന്ന് വേവുമല്ലോ. മസാല ഒരുവിധം റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ ദമ്മിടുക, അത്രയേ ഉള്ളൂ. ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ 2-3 മിനിറ്റ് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ കുറച്ചും കൂടി ഒരു വേവ് കിട്ടും ചിക്കന്, അടിക്ക് പിടിക്കാതിരിക്കും ചെയ്യാൻ, അതാണ് നല്ലത്. ഇനിയിപ്പോൾ റൈസ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ദം ചെയ്യാനുള്ള പരിപാടിയാണ്. രണ്ട് ലെയറുകളായിട്ടാണ് കൊടുത്തത്, അങ്ങനെ വേണമെന്നൊന്നുമില്ല, പക്ഷെ അങ്ങനെയാണ് ചെയ്തത്. ഏറ്റവും മുകളിൽ മാത്രം ഫ്രൈഡ് ഓണിയനും അതുപോലെ നട്ട്സൊക്കെ ഇട്ട് കൊടുത്താൽ മതി, ഇടയ്ക്ക് ഇട്ട് കൊടുക്കണമെന്നൊന്നുമില്ല. ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രൈഡ് ഓണിയനും എല്ലാം ഇട്ടതിന് ശേഷം ക്യാരറ്റ്, അതുപോലെ മല്ലിച്ചപ്പ്, ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി ചെയ്തിട്ട് കൊടുത്തു. അതിനുശേഷം ഏറ്റവും അവസാനം നമ്മൾ മുകളിലായിട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണം. റൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നെയ്യ് കുറച്ച് ഒഴിച്ചിട്ടുണ്ട്, ഗീ റൈസ് ആക്കിയിട്ടാണ് ചെയ്തത്. ഏറ്റവും മുകളിൽ കുറച്ച് നല്ല നെയ്യ് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണത്. ഇനി നമ്മൾ അടച്ച് വെച്ചിട്ട് ദം ചെയ്യുക. അപ്പോൾ ബിരിയാണി ദമ്മിടുക എന്നുള്ളൊരു പരിപാടി അവിടെ കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ ഷവായ മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഷവായ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവനിൽ ചെയ്യാം, അതുപോലെ സ്റ്റൗ ടോപ്പിലും ചെയ്യാം. അപ്പോൾ സ്റ്റൗ ടോപ്പിൽ ചെയ്യുന്ന ഒരു ഈസി മെത്തേഡിലാണ് ഞാൻ ചെയ്തത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് സാധാരണ പോലെ തന്നെ നമ്മുടെ ഷവായ മസാല നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്, അത് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചിക്കൻ പീസസ് വേവിക്കാൻ. സെയിം ടൈം തന്നെ ഞാൻ അതിനുള്ള റൈസും കൂടി വേവിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ചിക്കൻ അവിടെ കിടന്ന് ശരിയാവട്ടെ, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റില്ല, അറിയായിരിക്കും എല്ലാവർക്കും. ഷവായ കുറച്ച് സാവധാനത്തിൽ നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടതാണ്. ഇനി നമ്മൾ മന്തി ഒന്ന് സെറ്റ് ചെയ്യണം. റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു 3/4 വേവ് ആയാൽ തന്നെ ദം ചെയ്യാം. ഈ ഷവായ മന്തിയുടെ റെസിപ്പി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ബിരിയാണി റെസിപ്പിയൊക്കെ ഒരുപാട് തവണ ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഷവായ മന്തി ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ അത് നെക്സ്റ്റ് ടൈം നമുക്ക് അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇടാം. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുമ്പോഴേക്ക് വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവും. ശരിക്ക് ഓവൻ ഇല്ലാത്തവർക്കും ട്രൈ ചെയ്യാവുന്നൊരു ഷവായ മന്തിയാണിത്.
ഇപ്പോൾ ഷവായ അല്ലെങ്കിൽ അതൊക്കെ അങ്ങനത്തെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഓവൻ വേണമെന്ന് തോന്നുമല്ലോ, നിർബന്ധമാണെന്ന് തോന്നുമല്ലോ. പക്ഷേ അത് വേണ്ട, സ്റ്റൗ ടോപ്പിൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയാണിത്. അപ്പം നമ്മുടെ മന്തിയും അവിടെ ആയിക്കഴിഞ്ഞു. മെയിനായിട്ടുള്ള 2 ഫുഡും റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ബനാന പോള ഉണ്ടാക്കുകയാണ്. നമ്മുടെ കണ്ണൂർക്കാരുടെ കായ് പോള. സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ്. ഒരു സ്വീറ്റ് ഐറ്റം ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. ബാക്കിയെല്ലാം സ്പൈസി ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു വൈകുന്നേരം ആയപ്പോൾ പിന്നെ ഞാൻ സ്നാക്സൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സമൂസയും കട്ട്ലറ്റും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോന്നോരോന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ആ സമയമാകുമ്പോൾ ഫ്രൈ ചെയ്താൽ മാത്രമേ ഒരു ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നേരത്തെ റെഡിയാക്കി വെച്ചെങ്കിലും ഫ്രൈ ചെയ്യാതെ വെച്ചത്. നമ്മുടെ സമൂസ ഷീറ്റ് വാങ്ങിച്ചത് തന്നെയാണ്. കുറച്ച് ഒരു എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. കട്ട്ലറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം സമൂസ ഫ്രൈ ചെയ്യണം നല്ലത്. കാരണം കട്ട്ലറ്റിലുള്ള ബ്രെഡ് ക്രംസ് ഒക്കെ ഈ എണ്ണയിലേക്ക് ഇറങ്ങും. അപ്പോൾ ആദ്യം സമൂസ ഫ്രൈ ചെയ്തു. അതിന് ശേഷം എല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമാണ് കട്ട്ലറ്റ് ചെയ്തത്. നമ്മുടെ പോള റെഡി ആയിട്ടുണ്ട്, കായ്പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് വെക്കുകയാണ്. സിമ്പിളായിട്ട് ഈസി ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണിത്. ഇനി നമ്മൾ ഫ്ലവർ ബാസ്ക്കറ്റിൻ്റെ ബാസ്ക്കറ്റ് ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് തണുത്തു പോവും. അപ്പോൾ ആ സമയത്ത് തന്നെ ചെയ്താൽ മാത്രമേ ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് വെച്ച് ചൂടോടെ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈസി ആയിട്ടുള്ളതും എന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതും ഒരു സ്നാക്കാണിത്. പ്രത്യേകിച്ച് ഷവർമ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഇതിനകത്ത് ഇനി ഷവർമയുടെ ഫില്ലിംഗ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഫില്ലിങ് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ നമ്മുടെ ഷവർമയുടെ ഫില്ലിങ് ക്യാരറ്റ്, ക്യാബേജ്, ചിക്കൻ, അതുപോലെ മയോണീസ് ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് വെച്ച് കൊടുത്തത്. ഇനി ഏറ്റവും അവസാനം നമുക്ക് കട്ട്ലറ്റാണ് ഫ്രൈ ചെയ്യാനുള്ളത്. കട്ട്ലറ്റ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ എണ്ണയിൽ നമുക്ക് ചിക്കൻ റോളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ ഫ്രൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആ എണ്ണയിൽ ആ ബ്രെഡ് ക്രംസ് മൊത്തം അതിലേക്ക് വീഴും. പിന്നെ നമ്മൾ എണ്ണ അരിച്ചെടുക്കാനൊക്കെ നിൽക്കണം. അതിലേറെ നല്ലത് ബാക്കി സംഭവങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം കട്ട്ലറ്റ് ചെയ്യണതാണ്. എന്തിനാ